പത്മിനി, പത്മിനി. പത്മിനി. അമ്മേ, ഇതാണ് ഞാൻ പറയാറുള്ള ജെയിംസ്. പത്മിനി, ഒരു ജെയിംസിനെ പറ്റി ഞാൻ നിന്നോട് പറയാറില്ലേ, അത് ഇവനാണ്. ഇവനിവിടെ ബാങ്കിൽ സ്ഥലമാറ്റം കിട്ടി വന്നിരിക്കുകയാണ്. റാസ്കൽ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവ വല്ല ഹോട്ടലിൽ മുറിയെടുത്തേനെ. പത്മിനി പറ, നമുക്കിവിടെ ഒരു വീടുള്ളപ്പോൾ ഇവൻ ഹോട്ടലിൽ താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ജെയിംസിനെ കുറിച്ച് ജോണി എപ്പോഴും പറയാറുണ്ട്. കോളേജിൽ നിന്ന് വെക്കേഷന് വന്ന ജെയിംസ് തന്നെ ആയിരിക്കും അവന്റെ സംസാര വിഷയം. ഇവനോട് എനിക്ക് ചോദിക്കാനുണ്ട്. കല്യാണത്തിന് കുറിയയച്ചു, ടെലഗ്രാം അടിച്ചു, എന്തെല്ലാം ചെയ്തു. അതെന്താ അമ്മോ വരാതിരുന്നത്? ജോണിക്ക് എന്ത് വിഷമമായിരുന്നോ? അന്ന് ഞാൻ വീട്ടിലില്ലായിരുന്നമ്മേ. വീട്ടിൽ വന്നപ്പോഴെങ്കിലും നീ വിവരം അറിഞ്ഞില്ലേ? വീട്ടിൽ നീ വാ, എനിക്ക് നിന്നോട് ഒത്തിരി ചോദിക്കാനും പറയാനുണ്ട്. ആദ്യം നീ നിന്റെ മുറി നോക്ക്. പത്മിനി, വേഗം കാപ്പി ഇറങ്ങി. അമ്മ വേഗം വേണം, വാടാ. ഒന്ന് വാടാ. നീ പോയി നിന്റെ ഭാര്യയെയും ഇങ്ങോട്ട് കൊണ്ടുവാ. ഞാനും നീയും, എന്റെ ഭാര്യ പെണ്ണും നിന്റെ ഭാര്യ പെണ്ണും നമ്മുടെ പഴയ കോളേജ് ജീവിതം പോലെ ഇരിക്കും. നീ എന്നാ ഒന്നും മിണ്ടാത്തത്? നീ വല്ലതും പറഞ്ഞോ? നിന്റെ ഭാര്യ പെണ്ണിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. എന്താടാ ജയിച്ചത്? അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്ത് സാധനം? ഭാര്യ എന്ന സാധനം. അപ്പോ നിന്റെ പഴയ ലവോടെ പോയി. എന്താണ് നിനക്ക്? നിനക്ക് എന്തു പറ്റി? നിന്റെ ആ പഴയ ഫലിതവും തെറിപ്പാട്ടും ഒക്കെ എവിടെ? എന്റെ ഇന്നലകൾ ഇന്നെനിക്ക് വെറും ഓർമ്മകൾ മാത്രമാണ്. ഇന്ന് ഇനി നിന്റെ കാര്യങ്ങൾ പറയൂ. M.Com കഴിഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഉടനെ കല്യാണം വേണമെന്നായി അമ്മ. മകന്റെ കൊച്ചിനെ ലാളിക്കാൻ അമ്മയ്ക്ക് തിരക്കായി. പെട്ടെന്നായിരുന്നു കല്യാണം. പത്മിനി, അവളാണ് എന്റെ എല്ലാം. നിനക്കവൾ ഇഷ്ടമായോ? നിന്റെ ഇഷ്ടമല്ലേ എന്റെയും ഇഷ്ടം? അതല്ല, എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? എന്റെ സെലക്ഷനും നിന്റെ സെലക്ഷനും ഒന്ന് തന്നെ. അപ്പോ എന്റെ സെലക്ഷൻ തെറ്റിയില്ല. പക്ഷേ അമ്മയ്ക്ക് സങ്കടമാണ്. എന്തിനാ? അമ്മയ്ക്ക് ലാളിക്കാൻ മകന്റെ കൊച്ചിനെ ഇതുവരെ കിട്ടിയില്ല. അതെന്ത് പറ്റി? നിയന്ത്രണം, ഒരുതരം അഡ്ജസ്റ്റ്മെന്റ്. നിനക്കിത് വല്ലതും അറിയാം? നിന്റെ കല്യാണം കഴിയട്ടെ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഈ ജീവിതത്തിലെ സംഭവിക്കില്ല. പോടാ മണ്ടച്ചാരെ, ഒന്ന് പോയാൽ മറ്റൊന്ന്. നിനക്കത് കഴിയുമോ? എന്റെ പത്മിനി പോയാലോ? എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്നാൽ എനിക്കും അങ്ങനെ തന്നെ. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നീ കുളിക്കാൻ നോക്കും. കാപ്പി ശരിയായിക്കണം, ഞാൻ ചെന്ന് നോക്കിട്ട് വരാം. ജോണി, മറ്റൊന്നും തോന്നരുത്. ഞാൻ ഏതെങ്കിലും ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കാം. നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാം. ഓടാ, അത് ഞാൻ തീരുമാനിക്കാം.
വെച്ചതാണ്, അതായി പൊട്ടുന്നത്. അറിഞ്ഞില്ലല്ലേ? നിനക്കിങ്ങനെ പറ്റുന്നതല്ലല്ലോ മോളെ. പെണ്ണുങ്ങൾക്കൊരർത്ഥം പറ്റാൻ എത്ര നേരം വേണം? അമ്മോ, എനിക്കൊരു കഷ്ണം ചൂടുള്ള പുട്ട് തരും. കുഞ്ഞിന് ചൂടുള്ള പുട്ട് തന്നെ വരാം. അതിനെ നേരിടണം. നീയല്ലേ, നിനക്കതിന് കഴിയുമോ? കഴിയും, എന്നും കഴിയും. എനിക്കറിയില്ല ഈ ഓളങ്ങൾ നമ്മെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന്. ഓളങ്ങൾ നമ്മെ ഇവിടെ കൊണ്ടെത്തിച്ചല്ലോ. ഇവിടെ കൊണ്ടെത്തിച്ചു. ഇവിടെയോ? ഇവിടെയോ? ജോണിച്ചാന്റെ കൂട്ടുകാരോ? ഏയ് ഫ്രണ്ടോ? ഒറ്റനാണോ? ഏയ് ഇപ്പൊ കൂട്ടിമുട്ടിയനെ. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു വട്ടൻ ഇന്നലെ സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോ എന്റെ ഇവിടെ ഒരു മുട്ട്. ഞാൻ ഒരു തട്ട് വെച്ചു കൊടുത്തു. പൂൾ. ഞാനോ? നോനോ, അവൻ. ജോണിയുടെ സിസ്റ്ററാണോ? ആര്? കുട്ടി. ഏ, കുട്ടിയോ? ഞാൻ കുട്ടിയൊന്നും അല്ല. എന്തിനാ വിളിച്ചത്? കാപ്പി കുടിക്കാൻ. എനിക്ക് നല്ല വിശപ്പില്ല. കാപ്പി വിശപ്പിനല്ല, ദാഹത്തിനാ. ആ, എന്നാ ദാഹവുമില്ല. ജസ്റ്റ് ഫോർ കമ്പനി സൈ. വന്നില്ലെങ്കിൽ ജോണിച്ചാൻ ഇങ്ങോട്ട് വരും. എനിക്ക് വേണ്ടെന്ന് പോയി പറയൂ കുട്ടി. കുറച്ച് കഴിച്ചാൽ മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. മരണം സാറേ. പിന്നെ എവിടെ കാണാനില്ലല്ലോ? ഇതാ എത്തിക്കഴിഞ്ഞു. നിന്റെ പുട്ടിരിക്കുന്നു, തട്ടിക്കോ. കേട്ടോന്നേ, പുട്ടിന് വേണ്ടി കോളേജ് ഹോസ്റ്റലിൽ വഴക്കുണ്ടാക്കുക ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. പുട്ടി പിന്നെ അമ്മന്റെ ഹോട്ടലും തേടി 5 മൈൽ വേണമെങ്കിലും നടക്കും. ആ, എന്നാ എളുപ്പമായല്ലോ. ഞാൻ വിചാരിച്ച് ജെയിംസിനൊന്നും പിടിക്കുകയില്ലെന്ന്. എനിക്ക് സാധാരണ ആഹാരങ്ങളൊക്കെ മതിയമ്മേ. ജെയിംസിന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് ആരുമില്ല. കള്ളം. അമ്മ വിശ്വസിക്കില്ലേ? ഇവൻ പുളുവാടിയുടെ രാജാവാണ്. പറയും മോനെ, അമ്മയും അറിയട്ടെ. ഇവൻ വീട്ടിൽ കയറിയിട്ട് 3 കൊല്ലമായമ്മേ. അദ്ദേഹം അപ്പനുമായി വഴക്കാണ്. അത്ര വലിയ വഴക്കുണ്ടോ? എന്തിനാ? ഞാൻ കല്യാണം കഴിക്കാത്തതിന്. ആ, ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു. മോൻ എന്താ കല്യാണം കഴിക്കാത്തത്? ഇത്തവണ ഞാൻ ഇവനെ കെട്ടിക്കും. അമ്മേ, നമ്മുടെ ലിസി ആയാലോ? നല്ലതാ. എന്റെ അനിയത്തിന്റെ മോളാ. എനിക്ക് കല്യാണം വേണ്ടമ്മേ. ആഹാ, സന്യസിക്കാനാണോ ഭാവം? അത് പറ്റില്ല മോനെ. ആണായാൽ ഒരു പെണ്ണ് വേണം, എങ്കിലേ ജീവിതം പൂർണ്ണമാകും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ എന്തോ കുറവ് തോന്നി. ഹവ്വയെ കൂടി സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിന് തൃപ്തിയായുള്ളൂ. ആ അമ്മൂമ്മയായി ഈ കുഴപ്പം മുഴുവനും ഉണ്ടാക്കിയത്. ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ചേർന്ന കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ്. നരകമാണെന്നാ പലരും പറയുന്നത്. നീ തല്ലുകൊള്ളും. അല്ല, ഇത്ര നേരമായിട്ടും നീ അവളോട് രക്ഷമുണ്ടിയോ? നാണം കൊണ്ടാ. അല്ല, എന്റെ കൂട്ടുകാരൻ ഇവിടെ വന്നത് നിനക്കിഷ്ടമായില്ലേ? അവനോട് നിനക്കുമുണ്ടാവല്ലോ. ആ, മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. തമ്മി തമ്മി നോക്കുന്നത് ഞാൻ കണ്ടു. ഛോ, ഈ വായാടി പെണ്ണിനെ കൊണ്ട് തോറ്റു. ശരി, ഞാൻ മിണ്ടുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. ഓക്കെ? എടാ, നീ ഇതിനു മുൻപ് ഇതുപോലൊരു സാധനത്തിനെ കണ്ടിട്ടുണ്ടോ? ഇവരെപ്പോഴും ഇങ്ങനെയാ. അമ്മ ഭാഗ്യവതിയാണ്. ഇതൊന്നുമല്ല എന്റെ ഭാഗ്യം.